ഞാൻ അമ്മാവനെന്നും അമ്മയെന്നും അതുപോലെ തന്നെ അനിയത്തിന്നൊക്കെ വിളിക്കാൻ പോവാ. കാരണം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സ്നേഹത്തോടെയാ. സ്നേഹത്തോടെയല്ല, ഈ വീട്ടിലെ ദത്തുപുത്രൻ എന്ന അഹങ്കാരത്തിലാ. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ കരുതിയിട്ടേ ഇല്ല. നിങ്ങൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പട്ടം തന്നിട്ട് നീ അതാണ് നീ ഇതാണെന്ന് പിന്നെ പറയാൻ നിൽക്കരുത്. നമ്മുടെ മുതലാളി എന്നെ ദത്തുമകനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മുതലാളിയെ നിങ്ങൾക്ക് എല്ലാവർക്കും എതിർക്കാനും ബുദ്ധിമുട്ടുണ്ടാവും അറിയാം. എന്ന് വെച്ച് നിങ്ങളോടൊക്കെ എന്നെ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ നിങ്ങൾ ഇവിടുത്തെ ഒരു ദത്തുമകനായിട്ടൊന്നും കാണണമെന്നില്ല. വെറും ഒരു മനുഷ്യനായിട്ടെങ്കിലും കണ്ടുകൂടെ? വീണുമോളെ, മോൾക്ക് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഞാൻ നിങ്ങളെ അനിയത്തിയായിട്ട് തന്നെ കണ്ടിരിക്കുന്നത്. അങ്ങനെ കാണാനുള്ള അവകാശങ്ങൾ തന്നോടെ. അമ്മേ, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് തവണ വിചാരിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അമ്മയെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതെനിക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യം. നിന്റെ വായി കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ടത് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ടുകൂടെ? എല്ലാവർക്കുള്ള അതുപോലത്തെ ഫീലിങ്സ് എനിക്കുള്ളേ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാ. ഹേയ് തൃശൂൽ, എന്റെ വീട്ടുകാരോട് എതിർത്ത് സംസാരിക്കുന്ന അതിന് മാത്രം ധൈര്യം ഉണ്ടോ നിനക്ക്? ബ്രോ, ആരാടാ നിന്റെ ബ്രോ? ഡാഡി നിന്നെ ദത്തെടുത്തു വെച്ച് ഞങ്ങൾ ആരും നിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇവിടെ നീ സന്തോഷത്തോടെ ജീവിക്കാന്നും കരുതണ്ട. നീ പഴയതുപോലെ അങ്ങ് നിന്നാ മതി. ഇത്രയും ദിവസം എന്റെ അടുത്ത് ബ്രോ എന്ന് വിളിച്ച് നന്നായിട്ട് സംസാരിച്ചോണ്ടിരുന്ന നിങ്ങളാണോ ഇപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്? ബ്രോ എന്ന് വിളിച്ചത് വേറെ കാരണമുള്ളതുകൊണ്ടാ. അത് ഞാൻ വിളിക്കണ്ടെന്ന് കരുതിയതാ. ബ്രോ എന്നൊന്നും വിളിക്കാനുള്ള യോഗ്യത നിനക്കില്ലടാ. നീ ഈ വീട്ടിൽ വന്നതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമാധാനവും പോയി. ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞാണെന്നറിയോ? ഗോവിന്ദ, കുറെ നേരമായി ഞാനിത് കേൾക്കുന്നു. തൃശൂലിനോട് ഇത്ര ദേഷ്യം കാണിക്കാനായിട്ട് അവൻ നിങ്ങളോട് എന്ത് ചെയ്തു? ഓ നോക്കമ്മേ, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എവിടെയും ഇരുന്ന് രാമായണോ മഹാഭാരതമോ വായിച്ചോണ്ടിരിക്കുക. അല്പം പുണ്യമെങ്കിലും കിട്ടട്ടെ. ഗോവിന്ദനമ്മാവ, നിങ്ങൾ എന്ത് വർത്താനേ പറയുന്നേ? മുത്തശ്ശിയുടെ വയസ്സിനെങ്കിലും ഒന്ന് ബഹുമാനിക്കണ്ടേ നിങ്ങള്? ആരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കുന്നോ? ഇത് കണ്ടില്ലേ മരുമോനെ? അതിലിപ്പോ എന്താ തെറ്റ്? മുത്തശ്ശിയുടെ വയസ്സിന് അവരുടെ അനുഭവങ്ങൾക്ക് ഗൗരവം കൊടുക്കുക തന്നെ വേണം. അത് നമ്മുടെ കർത്തവ്യല്ലേ? അതറിഞ്ഞിരുന്നിട്ടും ഗൗരവം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരുടെ യോഗ്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്റെ വീട്ടുകാരുടെ യോഗ്യതയെ പറ്റി നീ സംസാരിക്കുന്ന അത്രയ്ക്ക് ധൈര്യമായി നിനക്ക്? ത്രിവിക്രം, എന്തായി കാണിക്കുന്നേ നീ? അവനെ വിടാൻ വീട്ടിലെ ഞാൻ ഇവനെ ഒരു കാരണവശാലും ഇവനെ ഞാൻ വെറുതെ വിടില്ല. ഇവൻ എന്താ ഇപ്പൊ പറഞ്ഞെന്നറിയോ നിനക്ക്? അവൻ അവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് സംസാരിക്കണമെന്ന്. എന്റെ യോഗ്യത എന്താന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ നടക്കണം. ത്രിവിക്രം, ഞാൻ പറയുന്നത് കേക്ക് ത്രിവിക്രം. നോക്ക് ശിവാനി, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോയത് നടക്കണ. അച്ഛനാ? ആരടാ നിന്റെ അച്ഛൻ? അത് എന്റെ ഡാഡിയാ. അവര് തിരിച്ചു വരാൻ 2 ദിവസം എടുക്കും. അതുവരെ ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നടക്കണം. ആരെയാടാ നീ പിടിച്ചിറക്കി വിട്ടത്? അത്രയ്ക്ക് ധൈര്യമായ നിനക്ക്?
ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകേണ്ടത് തൃശൂലല്ല, മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നില്ലേ ആ നിങ്ങളാ. തൃശൂലും ഈ വീട്ടിലെ മകനാണ്. അവനും ഈ വീട്ടിൽ എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. അവനോട് ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്കൊക്കെ തോന്നിയല്ലോ. നിങ്ങളൊക്കെ മനുഷ്യരാണോ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഞാനിവിടെ ഉള്ളപ്പോ ഒരു സ്വഭാവം, ഇല്ലാത്തപ്പോ മറ്റൊരു സ്വഭാവം. നിങ്ങളുടെയൊക്കെ സ്വഭാവ മാറ്റത്തെ പറ്റി എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയല്ലേ? ഞാനെന്താ മിണ്ടാതിരുന്നറിയോ? നിങ്ങളായിട്ട് മാറുമെന്ന് വിചാരിച്ച മാറിയില്ല. നിങ്ങളായിട്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി എനിക്കത് കണ്ടു നിൽക്കാനാവില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. ഇരുപത്തിമൂന്ന് വർഷങ്ങളായിട്ട് രണ്ട് കുടുംബങ്ങളും അറിയാതെ പോയ ആ സത്യം ഞാനായിട്ട് തന്നെ അറിയിക്കും. ആരെയാണോ നിങ്ങള് ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണോ നിങ്ങള് ദത്തുപുത്രനാണെന്ന് പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അവൻ വേറെ ആരുമല്ല, അവൻ എന്റെ സ്വന്തം മകനാ, എന്റെ രക്തം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തൃശൂല് നന്ദീശന്റെയും മധുമതിയുടെയും മോനല്ല, എനിക്ക് നിനക്കും ഉണ്ടായ മോന. എന്താ നിങ്ങൾ ഈ പറയുന്നത്? തൃശൂർ നമ്മുടെ മകനാണെന്നോ? ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഇല്ല ദമയന്തി, ഞാൻ ഈ പറയുന്നതെല്ലാം സത്യം. ജനിച്ച സമയത്ത് ഏതോ മഹാഭാവികള് ത്രിവിക്രമനെയും തൃശൂലിനെയും തമ്മില് പരസ്പരം മാറ്റിക്കിടത്തിയതാ. അതാരാണെന്ന് എനിക്കറിയില്ല. തൃശൂല് അവനാണ് എന്റെ സ്വന്തം മോൻ, ത്രിവിക്രമനല്ല. നിന്റെ മകൻ തൃശൂലല്ല, ത്രിവിക്രമനാണ് നിന്റെ മകൻ. നീ ഇത്രയും വർഷം മകൻ എന്ന് വിശ്വസിച്ചിരുന്നത് ദിഗ്വിജയന്റെ മകൻ തൃശൂലിനെയാണ്. മധുമതിയുടെ വയറ്റിൽ ജനിച്ച ത്രിവിക്രമനെ നിന്റെ മടിയിൽ കിടത്തി വളർത്തി. നിന്റെ മകനായി ജനിച്ച തൃശൂലിനെ മധുമതി മടിയിൽ കിടത്തി വളർത്തി. അളിയ, വെറുതെ ഓരോന്ന് പറയല്ലേ. ത്രിവിക്രമനാണ് ഈ വീട്ടിന്റെ പിൻഗാമി. കുഞ്ഞുനാള് തൊട്ടേ എന്റെ ഈ കൈ പിടിച്ച് അവൻ വളർന്നത്. അവനാ നമ്മുടെ മകൻ, എന്റെ മരുമകൻ. അതെ, ത്രിവിക്രമൻ തന്നെ എന്റെ മകൻ.
നിങ്ങൾ തൃശൂലിനെ ദത്തെടുത്തിരിക്കല്ലേ? അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല ദമയന്തി, ഞാൻ ഈ പറയുന്നതാണ് സത്യം. ഇത് സത്യമാണെങ്കിൽ പിന്നെ അന്ന് തന്നെ എന്താ പറയാതിരുന്നത്? പകുതി കാര്യങ്ങളെ ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ മോളെ. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. എന്നാലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് എനിക്കൊരു ഉദ്ദേശമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ടാ സത്യം എനിക്ക് പറയേണ്ടി വന്നത്. എന്തെങ്കിലും ചെയ്ത് ഡാഡിയുടെ മനസ്സ് മാറ്റണമല്ലോ. ഡാഡി, എന്തിനാ ഡാഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിയാ പോരാ. പക്ഷെ എന്തിനാ ഡാഡി ഞാൻ മകനല്ല എന്നൊക്കെ പറയുന്നേ? പ്ലീസ് ഡാഡി. അങ്ങനെയല്ല മോനെ ത്രിവിക്രമ. ഡാഡി, എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഡാഡിയുടെ മകനാ. എനിക്ക് ഡാഡിയെ വേണം. പ്ലീസ് ഡാഡ്, ഈ പറഞ്ഞൊക്കെ കള്ളാന്ന് പറ. പ്ലീസ് ഡാഡ്. ത്രിവിക്രം ബ്രോ, നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. ഈ വീട്ടിലെ മകൻ നിങ്ങൾ തന്നെയാ, ഞാനല്ല. അച്ഛൻ വെറുതെ തമാശക്ക് ഓരോന്ന് പറയുന്നതല്ലേ. തൃശൂൽ, ഞാൻ തമാശ പറഞ്ഞല്ല. ഹേയ്, ഒന്ന് വെറുതെ ഇരിക്കച്ച. ഈ വീട്ടിലുള്ളവരെന്നോട് ദേഷ്യപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞത് തടയാൻ വേണ്ടി നോക്കുന്നതല്ലേ. അതെനിക്കറിയാച്ച. തൃശൂൽ, ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. അച്ഛ പ്ലീസ്, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഞാനും ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. കള്ളം പറയുന്നത് ശരിയല്ല അച്ഛ. എന്റെ സ്ഥാനം എന്താണോ അതെനിക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാ. ഈ വീട്ടിലുള്ളവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. വീട്ടുജോലിക്ക് വന്നവൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജകുമാരനായി കഴിഞ്ഞാൽ അതിവിടെ ആർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നേ. അതുകൊണ്ട് ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞാൻ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ത്രിവിക്രം ബ്രോയാണ് ഈ വീട്ടിലെ മകൻ. പിന്നെ ഞാൻ ഈ വീട്ടിലെ ദത്തുമകൻ അല്ല. തൃശൂൽ, നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛൻ ഞാനാ മോനെ. നീ ജനിച്ചത് ദമയന്തിയുടെ വയറ്റില. നിന്റെ അച്ഛനും അമ്മയും ഞാനും ദമയന്തിയോ മോനെ. അതെ, മതി, നിർത്ത്. നിങ്ങൾ ഈ പറഞ്ഞ കള്ളം വിശ്വസിക്കാൻ വേണ്ടി ഒന്നിനു മേലെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതെല്ലാം ഞാനങ്ങ് വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? നിനക്ക് സത്യം അറിയണമല്ലേ? സാക്ഷികളുണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നാണോ? തരാൻ ഞാൻ എല്ലാ തെളിവുകളും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്താൻ ഞാൻ. അപ്പോഴെങ്കിലും നിങ്ങളൊക്കെ വിശ്വസിക്കുമല്ലോ. ഡാഡിയുടെ കയ്യിൽ തെളിവുണ്ടെന്നോ? എന്തായിരിക്കും അത്? സാംബശിവനങ്ങൾ എടുത്തു വെച്ചിരുന്ന തെളിവൊക്കെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞതാണല്ലോ. പിന്നെ എവിടെ നിന്നായിരിക്കും തെളിവുകൾ കിട്ടിയിരിക്കുക? ഡാഡി വെറുതെ കള്ളം പറയായിരിക്കും. അതെ, എന്താ ഇതൊക്കെ? മുതലാളി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? തൃശൂർ നമ്മുടെ മകൻ അല്ലെന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ. അത് ആന്റി, ഡാഡി വെറുതെ തമാശ പറഞ്ഞതാ. ഈ കാര്യമൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആന്റിയും വിശ്വസിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. തൃശൂർ എന്റെ മകനാ. വിശ്വസിച്ചേ പറ്റൂ. തെളിവുകൾ ചോദിച്ചില്ലേ? ഇതാ അതിനുള്ള തെളിവ്. അളിയ, എന്താ ഇതൊക്കെ? തൃശൂൽ എന്റെ രക്തമാണെന്നുള്ളതിനുള്ള തെളിവ്. ഇത് തൃശൂലിന്റെ DNA റിപ്പോർട്ടാ. തുറന്ന് വായിച്ചു നോക്ക്.
അതെ, തൃശൂല് നമ്മുടെ മകനാണെങ്കിൽ പിന്നെ ത്രിവിക്രമൻ ആരാ? നമ്മുടെ മകനല്ലേ? അല്ല, ത്രിവിക്രമൻ നന്ദീശന്റെ മോനാണ്. അതിന്റെ പ്രൂഫായിട്ടുള്ള DNA റിപ്പോർട്ടും അതിലുണ്ട്. എടുത്തു നോക്ക്. മുതലാളി, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. എന്നെ എന്റെ തൃശൂലിൽ നിന്ന് അകറ്റാൻ വേണ്ടി പറയൂല്ലേ ഇതൊക്കെ? എന്തിനാ ഞങ്ങളോട് ഇത്ര പക? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? ഞങ്ങൾ ഇതിനു മാത്രം ദ്രോഹിക്കാൻ വേണ്ടിട്ട്? മധുമതി, ഇതാണ് സത്യം. അതിനു വേണ്ട തെളിവുകളെല്ലാം ദേ ആ ഫയലിലുണ്ട്. എടുത്തു നോക്ക്. ഒരു തെളിവിലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളൊക്കെ പണക്കാരാ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ഇതാണ് സത്യം. എന്റെ സുഹൃത്ത് സാമ്പൻ തന്നതാ. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് DNA ടെസ്റ്റ് എടുത്ത് നോക്കാം. ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ ഒന്നും തന്നെ വിശ്വസിക്കില്ല. തൃശൂൽ എന്റെ മകനാ. എന്താ നിങ്ങളിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നമ്മുടെ മകൻ നമ്മുടെതല്ലെന്ന് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുവാണോ? നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ വായ പൊത്തി മിണ്ടാതെ നിൽക്കുവാണോ? സംസാരിക്കുന്നേ, സംസാരിക്ക്. ഇത്രയും വർഷം അവരുടെ താളത്തിനൊത്ത് തുള്ളിയിട്ട് അവരാണ് ദൈവം എന്ന് പറഞ്ഞ് അവർക്ക് സേവ ചെയ്ത് ഇത്ര കാലം ജീവിച്ചില്ലേ? പക്ഷെ അവര് നമ്മുടെ കരള് തന്നെ പറിച്ചെടുക്കാൻ നോക്കുവാണല്ലോ. ഇനിയെങ്കിലും മൗനം ഒന്ന് ഒഴിവാക്കിക്കൂടെ? സംസാരിക്കുന്നേ. നിങ്ങൾ മിണ്ടില്ലല്ലേ? നിങ്ങൾ ഒന്നും സംസാരിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യ. അദ്ദേഹം എന്നെ കല്യാണം കഴിച്ച നാളു മുതൽ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ? ഞങ്ങളായി ഞങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ജീവിക്കല്ലായിരുന്നോ? ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, നിങ്ങളുടെ തിന്മയും ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും എന്തിനാ മുതലാളി എന്റെ മോനെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കും? ഞാൻ തട്ടിപ്പറിക്കുക അല്ല മധുമതി, ന്യായമായ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ത് ന്യായമാണ് മുതലാളി? 23 വർഷമായി ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിയതല്ലേ? എന്നിട്ടിപ്പോ ഞങ്ങളുടെ മകൻ നിങ്ങളുടെ മകനാണെന്ന നുണക്കഥ പറയുന്നതാണോ ന്യായം? ഇതിൽ എന്ത് ന്യായമുള്ളത്? പെറ്റമ്മയാണ് ഞാൻ അവനെ നൊന്ത് പ്രസവിച്ചിട്ടില്ലെന്ന് പറയുമ്പോ ഇതിൽ എന്ത് ന്യായമുള്ളത്? എല്ലാം അന്യായമാ. മധുമതി, സമാധാനമായിരിക്കെ. നോക്ക്, അതെന്ത് കാര്യമായാലും നമുക്കിരുന്ന് സംസാരിക്കാം. ഇരുന്ന് സംസാരിക്കാൻ ഇത് വ്യാപാരമല്ലമ്മേ, എന്റെ ജീവിത പ്രശ്നമാ. എന്റെ കരളിനെ പറിച്ചെടുക്കാൻ നോക്കുവല്ലേ നിങ്ങളുടെ മകൻ? അവരെ ഇരുത്തിയിട്ട് പറ തെറ്റാണ് ചെയ്യുന്നതെന്ന്. ഇതിന്റെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല, ദേ ഇവരൊക്കെയാ. തെളിവുകളെല്ലാം നിങ്ങളുടെ മുന്നിലിരിക്കുകയല്ലേ? എടുത്ത് ശരിക്കും നോക്ക്, എന്നിട്ട് സംസാരിക്കേ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അതെന്ത് തന്നെയായാലും എന്റെ മനസ്സ് പറയുന്നതാണ് ശരി. തൃശൂൽ എന്റെ മകനാ, അവൻ എന്റെ രക്തമാ. എന്നിൽ നിന്നും അവനെ അകറ്റാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. അവനോട് നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങൾ അത്രയ്ക്ക് ചോദിച്ചത് കൊണ്ട് മാത്രം ഞങ്ങൾ ദത്ത് തരാൻ തയ്യാറായത്. അത് തന്നെ കൂടുതലാ. എന്നാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. എന്നിൽ നിന്ന് എന്റെ മകനെ അകറ്റാൻ വേണ്ടി നിങ്ങൾ ദത്തെന്ന നാടകം കളിക്കുമായിരുന്നില്ലേ? എന്താ മുതലാളി സംസാരിക്കാതിരിക്കുന്നേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ആദ്യമേ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ദത്തെടുക്കുവാന്ന് കള്ളം പറഞ്ഞതല്ലേ? എന്തിനാ മുതലാളി ഇങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് ഒരമ്മയുടെ മനസ്സ് വേദനിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ?